തമിഴ്നാടിനെ കുറിച്ചാണ്. തമിഴ്നാട്ടിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യം അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അമിത്ഷാ. അദ്ദേഹം അവിടെ നിരന്തരമായി വിസിറ്റ് നടത്തുന്നുണ്ട്. ആ സഖ്യങ്ങളുടെ പുനർരൂപീകരണം പോലുള്ള വലിയ തിരക്കുകളിലാണ് അമിത്ഷാ ഉള്ളത്. AIDMK കൂട്ടിച്ചേർത്ത് പോകാനുള്ള പദ്ധതിയായിട്ടാണ് ഇപ്പോൾ അവർ പോകുന്നത്. വീണ്ടും ആ സഖ്യത്തെ സംയോജിപ്പിച്ച് കൂടുതൽ ശക്തിയുള്ള ഒരു സഖ്യം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ മാറ്റുന്നു, പുതിയ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരുന്നു, പരമാവധി പുതിയ കക്ഷികളെ കൂടെ ചേർക്കാനുള്ള ശ്രമം നടത്തുന്നു. അവിടെ വന്നിട്ട് തമിഴിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തതിലുള്ള വേദന പങ്കുവയ്ക്കുന്നു. നേരത്തെ തമിഴിനേക്കാൾ മേലെ ഹിന്ദിയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം എന്ന മട്ടിൽ പല ഇടപെടൽ നടത്തുകയും അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും കേൾക്കുകയും ചെയ്ത ഒരു ആഭ്യന്തരമന്ത്രി തന്നെ തമിഴിൻ്റെ ഒരു മൂല്യത്തെ അംഗീകരിക്കുന്നു, തമിഴ് വൈകാരികതയെ ടച്ച് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. അതേസമയം സ്റ്റാലിൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ ഭരണം ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അത് തമിഴ്നാട്ടിൽ പറ്റില്ല എന്നാണ്. സ്റ്റാലിൻ്റെ കീഴിൽ വലിയ അഴിമതി ഭരണം നടക്കുകയാണ്, മോദി കൊടുക്കുന്ന പൈസയൊന്നും തമിഴന്മാർക്ക് ഡയറക്റ്റ് കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് BJP അവിടെ കളത്തിൽ വീണ്ടും ഇറങ്ങുന്നത്. അവർക്ക് എന്തായാലും 2026 ലക്ഷ്യമാണെന്ന് തോന്നുന്നു. കാരണം അത്രയും അവരുടെ സ്ട്രാറ്റജി ചേഞ്ചസ് കാണുമ്പോൾ മനസ്സിലാവും. അണ്ണാമലയെ മാറ്റുന്നു, പുതിയ ആളെ കൊണ്ടുവരുന്നു, പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നു, AIDMKയോട് കോംപ്രമൈസ് ചെയ്യുന്നു, അതിനൊക്കെ ശ്രമിക്കുകയാണ്. അതേസമയം വിജയുടെ പാർട്ടിയും 2026 ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കോംപ്ലക്സ് സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതകൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കണം. അജിംസ് എന്താണ് തോന്നുന്നത്? BJP 2026 ചില ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സാധ്യത എന്തുമാത്രമാണ്? ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നതെങ്കിലും എൻ്റെ 2 ചെവിയും തമിഴ്നാട്ടിലാണെന്നാണ് അമിത്ഷാ അവിടെ പ്രസംഗിക്കുമ്പോൾ പറയുന്നത്. അതായത് തമിഴ്നാടിനെ അമിത്ഷാ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും അത് ഗൗരവത്തോടെ DMK കാണും. അമിത്ഷാ സൂക്ഷ്മമായി തമിഴ്നാടിനെ വീക്ഷിക്കുന്നു എന്നതിനർത്ഥം മൂപ്പർക്ക് അത് 2026 തമിഴ്നാടും ബംഗാളും പിടിക്കുമെന്നാണ് ആ പ്രസംഗത്തിൽ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രസ്താവനയെ അവർ ഗൗരവത്തോടെ ആയിരിക്കും കാണുക. ഇതുവരെ BJP അണ്ണാമലയോ അല്ലെങ്കിൽ ഇപ്പം നയനാർ നാഗേന്ദ്രനൊക്കെ പ്രസംഗിക്കുന്ന പോലെയല്ല അമിത്ഷാ പ്രസംഗിക്കുമ്പോൾ അവരതിനെ മനസ്സിലാക്കുക. പക്ഷേ അതിനോട് 2 രീതിയിലാണ് DMKയുടെ നേതൃത്വം പ്രതികരിച്ചത്. ഒരു പ്രതികരണം, ഒരു പക്ഷേ BJP US ജയിക്കാൻ സാധിച്ചേക്കും, പക്ഷേ തമിഴ്നാട്ടിൽ കഴിയില്ല എന്നാണ് പറഞ്ഞത്. കളിയാക്കി വിടുകയാണ് ഇത്. പക്ഷേ രാജ, പഴയ കേന്ദ്രമന്ത്രി രാജ ഒരു വിശദമായ വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം അത് എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ BJP വിജയിക്കാൻ സാധ്യതയില്ല, അത് ഒരു രാഷ്ട്രീയ പക്ഷപാതത്തോടെയുള്ള വിശദീകരണമല്ല, എന്തുകൊണ്ട് കഴിയില്ല എന്ന് അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഡൽഹി ഇലക്ഷനാണ് പറയുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ മാറ്റി BJP വന്നു. അപ്പോൾ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ DMK മാറ്റി BJP സഖ്യം, AIDMK BJP സഖ്യം വരുമോ എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. അദ്ദേഹം പറയുന്ന ഒരു കാരണം ഐഡിയോളജിയാണ് പ്രധാനം എന്നാണ്. എന്തുകൊണ്ട് ഐഡിയോളജി പ്രധാനം എന്ന് ചോദിച്ചാൽ, ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ പോരടിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഒരു ഐഡിയോളജി ഇല്ലാത്ത പാർട്ടിയാണ്. BJPക്ക് ഒരു ഐഡിയോളജി ഉണ്ട്, തെറ്റായാലും ശരിയായാലും അവർക്കൊരു ഐഡിയോളജി ഉണ്ട്. അവരുടെ രാഷ്ട്രീയത്തെ, സമൂഹത്തെ, രാജ്യത്തെയൊക്കെ കാണുന്ന ആ ഐഡിയോളജിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ്. അപ്പോൾ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഉള്ള അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ ഉള്ള ഒരു പാർട്ടിയെ ഐഡിയോളജിയുള്ള മറ്റൊരു പാർട്ടിക്ക് ചേർത്ത് വെക്കാൻ കഴിയും, അവർക്കേ തോൽപ്പിക്കാൻ കഴിയും. അതിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് BJP പോരാട്ടം നോക്കുക. തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയാണ് BJPയുടെ അതിതീവ്ര ദേശീയത തെരഞ്ഞെടുക്കുന്നത്? ബംഗ്ലാദേശീയത കൊണ്ടാണ്. ആം ആദ്മി പാർട്ടി BJPയുടെ അതിതീവ്ര ദേശീയത എന്ത് വെച്ച് തെരഞ്ഞെടുത്തു? മൃദു തീവ്ര ദേശീയത കൊണ്ട് തെരഞ്ഞെടുത്താൽ നോക്കുക, അത് സാധിക്കില്ല. കോൺഗ്രസിനും പറ്റുന്നത് അവിടെ തന്നെയാണ്. അത് കോൺഗ്രസിന് ഐഡിയോളജി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഒരു ഐഡിയോളജി ഉണ്ടാക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം അതുകൊണ്ടാണ്. നമുക്കൊരു ഐഡിയോളജി ഉണ്ട്, നമ്മുടെ ഐഡിയോളജി ഇന്ത്യ തന്നെയാണ്, ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കൊരു ഐഡിയോളജിക്കൽ ബാക്കപ്പ് വേണം എന്നുള്ളതുകൊണ്ടാണ്. തമിഴ്നാട്ടിൽ രാജ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നു. തമിഴ്നാട്ടിൽ BJP എന്തുകൊണ്ട് ജയിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, BJPയുടെ ഐഡിയോളജിയെ ചെറുക്കാനുള്ള അതിശക്തമായ മറ്റൊരു ഐഡിയോളജി ഇവിടെയുണ്ട്. നമ്മുടെ ഐഡിയോളജി ദ്രാവിഡമാണ്, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ദ്രാവിഡമാണ് നമ്മുടെ ഐഡിയോളജി. അപ്പോൾ ആ ഐഡിയോളജി കൊണ്ട് BJP ചെറുക്കാൻ കഴിയും. മറ്റൊരു കാര്യം, ഈ തമിഴ് ഭാഷയെ പുകഴ്ത്തി, അതായത് തമിഴ് സംസാരിക്കാൻ പറ്റാത്തതിലെ വേദന എന്ന് അമിത്ഷാ പറയുമ്പോൾ തമിഴ്നാട്ടുകാരെന്താ കേൾക്കുന്നത്? 3 ലാംഗ്വേജ് തിയറിയാണ് കേൾക്കുന്നത്. അമിത്ഷാ പറയുന്നത് തമിഴിനെ പുകഴ്ത്തുകയാണ്, പക്ഷെ അവർ കേൾക്കുന്നത് എന്താണ്? ഹിന്ദി ഇമ്പോസിഷനെ കുറിച്ചാണ് കേൾക്കുന്നത്. അപ്പോൾ ഏത് ടൂൾ വെച്ചിട്ടാണ് തമിഴ്നാടിനെ പിടിക്കാൻ അവർക്ക് ശ്രമിക്കുക എന്നുള്ളതിന് അമിത്ഷായ്ക്കും കൃത്യമായ ലക്ഷ്യങ്ങളില്ല, പ്ലാനില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അണ്ണാമലയെ പോലെ പെനിട്രേഷൻ പവറുള്ളൊരു നേതാവ് BJP തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടില്ല. അണ്ണാമല വലിയ തോതിൽ അധ്വാനിച്ചു. ഒരുപക്ഷെ BJPയുടെ ഏതെങ്കിലും സംസ്ഥാന ഘടകാധ്യക്ഷന്മാർ പണിയെടുത്തതിനേക്കാൾ കൂടുതൽ പണിയെടുത്ത ഒരാളാണ് അണ്ണാമലയ്ക്ക് സാധിക്കാത്തത് താരതമ്യേന അത്ര പ്രശസ്തനല്ലാത്ത, താരതമ്യേന അത്ര വാചാലനല്ലാത്ത, താരതമ്യേന അണ്ണാമലയേക്കാൾ പ്രായം കൂടിയ നയനാർ നാഗേന്ദ്രന് കഴിയുമെന്ന് വിചാരിക്കാനേ കഴിയില്ല. ഇനിയൊരു കാര്യം, BJPയുടെ സഖ്യകക്ഷിയെക്കുറിച്ചാണ് AIDMK കഴിഞ്ഞൊരു 10 വർഷമായിട്ട് അതൊരു തകർച്ചയുടെ പാതയിലാണ്. അതിലുണ്ടായിട്ടുള്ള പിളർപ്പ്, ജയലളിതയുടെ മരണം, അവരുടെ നേതാക്കൾക്കുള്ള വിശ്വാസത നഷ്ടം, പന്നീർശെൽവത്തിൻ്റെയൊക്കെ മറ്റേ എടപ്പാടിയുടെയും
അധികാര തർക്കങ്ങൾ, ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ അവരുടെ വിശ്വാസത കുറച്ചു. മറ്റൊരു കാര്യം, ഈ ഔട്ട് ഓഫ് ഫോക്കസ് സ്ഥിരമായിട്ട് കേൾക്കുന്ന കോയമ്പത്തൂരുള്ളൊരു ADMK പ്രവർത്തകൻ എന്നെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. അദ്ദേഹം മെസ്സേജ് ചെയ്യും, വിളിക്കുകയും ചെയ്യും. അദ്ദേഹം പറയുന്ന കാര്യം, അദ്ദേഹം ഒരു പാർട്ടിയുടെ ഒരു മുതിർന്ന ലീഡറാണ് ആ കോയമ്പത്തൂരിൽ. ഞങ്ങളുടെ പാർട്ടി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടാൻ, ADMK ഒറ്റപ്പെടാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം BJP ആയിട്ട് ടൈപ്പാണ്. കാരണം BJP ആയിട്ട് ടൈപ്പ് വെച്ചതോടുകൂടി ഞങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസ്യത നഷ്ടപ്പെട്ടു, ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു, നമ്മുടെ ദ്രാവിഡ ക്രെഡൻഷ്യൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഇതാണ് അവർ പറയുന്ന ഒരു കാര്യം. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പിന്തുണയും വോട്ടും കുറയാനുള്ള കാരണം. അപ്പോൾ വീണ്ടും അതേ പാർട്ടിയുമായി കൈകോർത്തുകൊണ്ട് ഇലക്ഷൻ നേരിട്ടാൽ 2026 എന്താണ് സംഭവിക്കുന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. കാരണം അവിടെ ഒരു മൂന്നാമത്തെ പ്ലെയർ വിജയ് വരുന്നതുകൊണ്ട്. അപ്പോൾ ADMKയുടെ സ്ഥാനത്ത് വിജയ് കയറി നിൽക്കുമോ? ADMK ഇതുവരെ നേടിയിട്ടുള്ള വോട്ടുകൾ, അല്ലെങ്കിൽ DMK എന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ADMK BJP സഖ്യം നേടുമോ, അതല്ല വിജയ് നേടുമോ എന്നുള്ളതാണ്. ഇനി അതുമല്ല, ഈ ഭരണവിരുദ്ധ വികാരത്തെ പിളർത്താൻ മാത്രമാണോ ADMK BJP സഖ്യവും വിജയ് സഖ്യത്തിന് സാധിക്കുക? ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതിപ്പോൾ ക്ലാരിറ്റി ഇല്ല. നിലവിൽ സ്റ്റാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തോടെ സെക്യൂർ ആയിട്ടുള്ളൊരു പൊസിഷനിൽ നിൽക്കാവുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതല്ലാതെ ADMKയുടെ സഖ്യം കൊണ്ട് അധികാരത്തിൽ കയറിക്കളയാം എന്നാണ് BJPയുടെ ആത്മവിശ്വാസമെങ്കിൽ അത് ഒരു തവണ പാളിയതാണ്. ഒരു തവണയല്ല, പലവട്ടം ലോക്സഭയിലും അസംബ്ലിയിലും എല്ലാം പാളിയിട്ടുള്ളതാണ്. അത് പ്രൂവണായിട്ടുള്ളൊരു ഫെയിലറാണ്. അത് ഇനി ആവർത്തിക്കുമോ എന്ന് അറിയില്ല. ഇനി അതല്ല, അമിത്ഷായ്ക്ക് പുതിയ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നും നമുക്കറിയില്ല. ദിവസം എന്താ തോന്നുന്നത്? ഇപ്പോൾ BJPയെ സംബന്ധിച്ച് അമിത്ഷാ പലതരം തന്ത്രങ്ങൾ, ഇപ്പോൾ അതിന് മുമ്പ് തന്നെ അദ്ദേഹം നിലവൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റുകൾ, റെയ്ഡുകൾ, അഴിമതി ആരോപണങ്ങൾ, അങ്ങനെ ഒരു ഈ സർക്കാർ കറപ്റ്റഡ് ആണെന്ന് കാണിക്കാനുള്ള പണികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രം മതിയോ DMK വീഴ്ത്താൻ? ഇപ്പോൾ സഖ്യാലോചനയിൽ ഈ കാണുന്ന പരിമിതികളാണ് മൊത്തം ഉള്ളത്. പിന്നെ ഉള്ളത് DMK വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ തക്കവണ്ണം BJP, ADMK ആൻഡ് വിജയുടെ വെട്രി കഴകം നിൽക്കുകയാണ്. സോ സ്റ്റാലിന് കോൺഫിഡൻസ് കൂടുന്നതിൽ തെറ്റുണ്ടോ? സ്റ്റാലിന് കോൺഫിഡൻസ് അവിടെ കിട്ടും. ഈ അമിത്ഷാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മധുരയിൽ പറഞ്ഞല്ലോ 2026 പിടിക്കും. നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ബംഗാൾ ഇലക്ഷന് മുന്നോടിയായിട്ട് അദ്ദേഹം ഇതേ ഡയലോഗ് ബംഗാളിൽ പോയി പറഞ്ഞിട്ട് ഇത്തവണ പിടിച്ചിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബംഗാൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാകേണ്ട സമയം കഴിഞ്ഞു. അടുത്ത തവണ 2026 തമിഴ്നാട് പിടിക്കാൻ പറ്റുമെന്ന് അമിത്ഷാ ഒരിക്കലും വിചാരിക്കുന്നുണ്ടാവില്ല. പക്ഷേ എന്തിനാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? അതിൽ നമ്മൾ കാണേണ്ടത്, ഇന്ത്യയിൽ BJP കുറിച്ചെല്ലാം പറയുന്നത് RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഫോക്കൽ പോയിൻ്റ് ആയിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ബംഗാളും തമിഴ്നാടും. ബംഗാളിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബംഗാളിൻ്റെ ഈ പറയുന്ന അതിർത്തി, ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട അതിർത്തി, പിന്നെ അവർ കുറേ കാലമായിട്ട് എന്താണ് ഈ ഗുസ്പേട്ട് ഇത് വെച്ചിട്ട് ഒരു രാഷ്ട്രീയം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ബൃഹത് ബംഗ്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ബംഗ്ലാദേശുകാർക്കുണ്ട്. ബൃഹത് ബംഗ്ല, വിശാൽ വെസ്റ്റ് ബംഗാളും ത്രിപുരയും അസമിൻ്റെ ആ വാലിയൊക്കെ ചേർത്തിട്ട്, അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഒരു നാഷണലിസ്റ്റ് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ കൂടെ ഭാഗം എന്നുള്ള നിലക്കാണ് ബംഗാൾ പിടിക്കുക എന്നത് അവരുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. RSSൻ്റെ പ്രൊജക്റ്റാണ്. നോക്കൂ, കഴിഞ്ഞ ബംഗാൾ ഇലക്ഷനിൽ ദേശീയ തലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട RSS പ്രചാരകന്മാർ വ്യാപകമായി മാസങ്ങൾക്ക് മുമ്പേ, തിരഞ്ഞെടുപ്പിൻ്റെ മാസങ്ങൾക്ക് മുമ്പേ വെസ്റ്റ് ബംഗാളിൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു തൃണമൂല തലത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരമാവധി അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവർ കാണുന്നൊരു സ്ഥലമാണ് തമിഴ്നാട്. തമിഴ്നാടിനെ കാണുന്നതിൽ വേറെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ സാംസ്കാരികമായിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ RSS മുന്നോട്ട് വെക്കുന്ന ഈ ഗ്രാൻഡ് ഹിന്ദുത്വ പ്രോജക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫോൾഡിൽ ഇതുവരെയും അങ്ങോട്ട് കയറ്റി വെക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു സ്ഥലമാണ് തമിഴ്നാടെന്ന് പറയുന്നത്. അവരുടെ ഒരു ഹിന്ദുത്വ ഡിസൈൻ ഉണ്ട്, അതിൽ ഇത് ഇതെപ്പോഴും ഒരു വേവാത്ത ചേന കഷ്ണമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹിന്ദു മെജോറിറ്റി സ്റ്റേറ്റ്, ഹിന്ദു മെജോറിറ്റിയാണ്, ഭയങ്കരമായ ഡിവോട്ടീസാണ്, എല്ലാ കവലയിലും കോവിലുകളാണ്, ക്ഷേത്രങ്ങളാണ്. നമ്മൾ ചുമ്മാ യാത്ര ചെയ്താൽ തന്നെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. പക്ഷേ ഇവരുടെ ഈ ഡിസൈനിലേക്ക് അത് കയറി വരുന്നില്ല. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പല ശ്രമം നമുക്ക് കൗതുകം തോന്നും. ഇപ്പോൾ ഒരു സംഗതിയെ പറയാം, കീഴടി എക്സ്കവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇത് നടക്കുന്നുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു 2017 മുതലോ മറ്റോ തുടങ്ങിയാണ്. ഈ ശിവഗംഗയിൽ ഒരു സ്ഥലമാണ് കീഴടി. അവിടെ ഈ എന്താ പറയാം, എക്സ്കവേഷൻ, പുരാതനമായിട്ടുള്ള BC ഖനനം നടക്കുകയാണ്. BC 6ാം നൂറ്റാണ്ടിലോ മറ്റോ അവിടെ ഉണ്ടായിരുന്ന ഒരു ടൗൺഷിപ്പ്, ഒരു നഗരം. അപ്പോൾ അതിന് ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്നാണ് വരുന്നത്. ഒരു ഡ്രവീഡിയൻ ഒരു സിവിലൈസേഷൻ. നോക്കൂ, BC 6ാം നൂറ്റാണ്ടെന്നാണ്, 6ാം നൂറ്റാണ്ടിൽ ഉള്ള ഒരു അതിബൃഹത്തായ ഒരു നഗരം, സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു എന്ന് വരുന്നത്. അതിൻ്റെ നേരിട്ടുള്ള കണക്ഷൻ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ വരുന്നത്
ഈ പറയുന്ന ദ്രവീഡിയൻ പ്രൈഡിനെ ഭയങ്കരമായിട്ട് ഉണർത്തുന്നൊരു കാര്യമാണ്. ഈ വേദിക് ഇതുണ്ടല്ലോ, ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന വേദിക് കൾച്ചർ, അതിനും മുമ്പേ ഉള്ള അതേക്കാൾ ഗംഭീരമായ ഒരു സുവർണ യുഗം ഇവിടെ ഉണ്ടായിരുന്നു. അത് നശിപ്പിച്ചിട്ടാണ്. അതെ, അതാണ് അന്വേഷണം. ആര്യൻ ഇൻവേഷൻ എന്ന് പറയുന്ന ഈ ഇന്ത്യയുടെ തനത് സംസ്കാരത്തെ തകർത്ത ആര്യൻ ഇൻവേഷൻ, ആ തിയറി ശരിയായിരുന്നു, സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു എക്സ്കവേഷനാണ്. എന്താ സംബന്ധിച്ച് ആ എക്സ്കവേഷൻ പാതി വഴിയാകുമ്പോഴേക്കും അതിൻ്റെ ഡയറക്ടറെ ഗുവാഹട്ടിയിലേക്ക് സ്ഥലം മാറ്റി. ASA ആണ് സ്ഥലം മാറ്റിയത്. പിന്നെ തമിഴ്നാട് എന്ന് വെച്ചാൽ തമിഴ്നാട് സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആ എക്സ്കവേഷൻ ഏറ്റെടുക്കുകയാണ്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഒരു ആർക്കിയോളജിക്കൽ സർവേ ഒരു ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെ, രാഷ്ട്രീയ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരുപക്ഷെ വേറെ എടുത്തുണ്ടാവുന്നില്ല. അപ്പം ഇങ്ങനത്തെ കുറേ സാംസ്കാരികമായ ഘടകങ്ങൾ ഈ തമിഴ്നാട്ടിനകത്തുണ്ട്. ഇവർ പാർലമെൻറ്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പം ഇത് കൊണ്ടുപോകുന്നല്ലോ, സെങ്കോൽ, അത് ചുമ്മാ കൊണ്ടുവന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. അത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതിൽ ഒരു രാഷ്ട്രീയമാണ്, ഒരു സാംസ്കാരിക രാഷ്ട്രീയമുണ്ട്. എല്ലാ വർഷവും നടക്കുന്ന ഒരു സാംസ്കാരിക പരിപാടി ഞാൻ പറഞ്ഞില്ല, ഈ കാശിയിൽ നടക്കുന്നത്. കാശിയിൽ തമിഴ് സമ്മേളനം നടക്കും. അതെന്ന് വെച്ചാൽ തെങ്കാശി കാശി ബന്ധപ്പെടുത്തി ഒരു കൾച്ചറൽ കോറിഡോർ എന്നുള്ളത് RSSൻ്റെ ഒരു പദ്ധതിയാണ്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് ഒരു പദ്ധതിയാണ്. അപ്പോൾ തെങ്കാശി എന്ന് പറഞ്ഞാൽ തെക്കുള്ള കാശിയാണ്. അപ്പോൾ തെക്കുള്ള കാശിയും അവിടെ വടക്കുള്ള കാശിയും തമ്മിൽ ഈ പറയുന്ന ഒരു സനാതന ഇതിൻ്റെ ഒരു ബന്ധമുണ്ട് എന്നതാണ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ ശക്തിപ്പെടുന്ന തരത്തിലുള്ള സമ്മേളനങ്ങൾ, സെമിനാറുകൾ, പരിപാടികൾ അത് ആ കാശിയിൽ നടക്കും, ഈ കാശിയിൽ നടക്കും. അത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് വളരെ വ്യവസ്ഥാപിതമായിട്ട് നടന്നു പോകുന്ന പരിപാടി. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക, ഒരു വശത്ത് ഈ അണ്ണാമലയെ വെച്ചിട്ടാണെങ്കിലും മറ്റേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈനംദിന രാഷ്ട്രീയം, ഡെയിലി പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പുറമേക്ക് കാണുമ്പോൾ, മറുവശത്ത് ആഴമുള്ള സാംസ്കാരിക രാഷ്ട്രീയം, ദാറ്റ് ഈസ് അറ്റ് പ്ലേ. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ RSS സംബന്ധിച്ച് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഏരിയ കൂടെയാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരു ബഹുതല സ്പർശിയായിട്ടുള്ളൊരു പോരാട്ടമാണ് ശരിക്കും തമിഴ്നാട്ടിൽ നടക്കുന്നത്. അതിൽ BJP നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, പല നിലക്കുള്ള പരിശ്രമം നടത്തും. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് അമിത്ഷായുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പുതിയ വിഭാഗം BBA, ഭാരതീയ ഭാഷാ അഭിഭാഗ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഇത് തുറന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയതാണ് അവർ പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ വിശദാംശത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കത്ത് ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഹിന്ദിയിലാണ് അതിന് മറുപടി പോകുന്നത്. അങ്ങനെ വേണ്ട, അത് വളരെ പെട്ടെന്ന് തന്നെ തമിഴിൽ തന്നെ അവർക്ക് മറുപടി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഈ BBAയിൽ സജ്ജമായിരിക്കുന്നൊക്കെ അതിനെക്കുറിച്ച് അമിത്ഷാ പറയുന്നുണ്ട്. തമിഴിനെ പരമാവധി പരിഗണിക്കുന്ന പ്രതീതി സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഇന്നലത്തെ പ്രഭാഷണം പറഞ്ഞത്. പിന്നെ ഈ പറയുന്ന തമിഴ് കൾച്ചർ എന്ന് പറയുന്നത്, ദ്രവീഡിയൻ കൾച്ചർ എന്ന് പറയുന്നത് ഒരു വേറിട്ടൊരു സംഗതിയല്ല, ഈ സനാതന പാരമ്പര്യത്തിൻ്റെ തന്നെ ഭാഗമാണെന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഗതികൾ. മധുരയിലല്ലേ ഇന്നലെ അമിത്ഷാ പ്രസംഗിച്ചത്. ഇത് അടുത്ത ആഴ്ച മധുരയിൽ തന്നെ മുരുകൻ സമ്മേളനം നടക്കാൻ പോവുകയാണ്. മുരുക ഡിവോട്ടീസിന് മാത്രം അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് വിശാലമായിട്ടുള്ളൊരു സമ്മേളനം നടക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റു പല ഭാഗങ്ങളിൽ കാണുന്നത് പോലെ ഒരു സാധാരണ രാഷ്ട്രീയമല്ല, കൾച്ചറൽ എലമെൻറ്റുകൾ വളരെ ആഴത്തിലുള്ള സാംസ്കാരിക ഘടകങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ഗംഭീരമായ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന സ്ഥലമായിരിക്കും. അതിൽ BJPയും RSSും ഒരുപോലെ ശ്രദ്ധയോടെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നേട്ടം അവർക്ക് അത്ര എളുപ്പം കൊയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴ്നാട്ടിൽ BJPയെ കാത്തിരിക്കുന്ന ഒട്ടും ദുർബലനായ ശത്രുവല്ല, ദുർബലമായ ഒരു ആശയവുമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് കാണാനുണ്ടാവും.